എന്നെ കുറച്ച് ദിവസം മുമ്പേ ഒരു പേഷ്യൻ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ. ചെറുപ്പത്തിൽ നെഫ്രോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ കിഡ്നീനെ ബാധിക്കുന്ന ഒരു ട്യൂമർ വന്ന കാരണം ഒരു കിഡ്നി എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ ആളുടെ പ്രായം 40 വയസ്സിന് മുകളിലാണ്. ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. 3 മാസം മുമ്പേ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്തത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് വിഷയം. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറോ കഴിച്ചാൽ കിഡ്നീൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞു പോവോ? ഇനി ഓൾറെഡി കിഡ്നി അസുഖങ്ങളുള്ളവർക്ക് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കിഡ്നി ഫംഗ്ഷൻ കുറവുള്ളവർക്കോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം പഠനങ്ങൾ നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയെ കുറിച്ച് ഞാൻ പറയാം. ഈ സ്റ്റഡി നടത്തിയതും എന്നെ വിളിച്ച പോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെയും കിഡ്നി ഫംഗ്ഷൻ മൈൽഡ്ലി കുറവായിരുന്നു. കാരണം ഒരു കിഡ്നി ഉണ്ടായിരുന്നുള്ളൂ. മുമ്പേ യൂണിലാറ്ററൽ നെഫ്രെക്ടമി ചെയ്തതാണ്, അതായത് ഒരു കിഡ്നി റിമൂവ് ചെയ്തതായിരുന്നു. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ പ്രായം വെറും 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ GFR, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അത് ചെറുതായിട്ട് കുറവായിരുന്നു. എന്നിരുന്നാലും റിമൈനിങ് ആയിട്ടുള്ള കിഡ്നിക്ക് ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത ട്രയൽ 35 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലായിരുന്നു. 35 ദിവസം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്രിയാറ്റിൻ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഇവരുടെ കിഡ്നി ഫംഗ്ഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ട്രയലിൻ്റെ അവസാനം കണ്ടെത്തിയത് ഇവരുടെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലെവലിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. യൂറിൻ വഴി പുറത്തേക്ക് പോകുന്ന പ്രോട്ടീൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. യൂറിൻ വഴി പുറത്തേക്ക് പോകുന്ന ആൽബുമിൻ അതിൻ്റെ അളവ് കുറവുണ്ടായിരുന്നു. ബ്ലഡിലുള്ള യൂറിയൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ സിറം ക്രിയാറ്റിനിൻ അത് കൂടിയിട്ടുണ്ടായിരുന്നു. സിറം ക്രിയാറ്റിനിൻ കിഡ്നി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു തരത്തിലൊരു ടെസ്റ്റ് തന്നെയാണ്. സിറം ക്രിയാറ്റിനിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടാറുണ്ട്. 0.7 മുതൽ 1.4 വരെയൊക്കെയാണ് ഇതിൻ്റെ നോർമൽ വാല്യൂ. പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിനനുസരിച്ചും റിയേജൻറ്റിനനുസരിച്ചും ഇതിൻ്റെ നോർമൽ റേഞ്ചിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ക്രിയാറ്റിനിൻ വാല്യൂ കൂടിയാൽ അതിൻ്റെ അർത്ഥം കിഡ്നി ഡാമേജ് ഉണ്ടെന്ന് മാത്രമല്ല, സാധാരണ രീതിയിൽ ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നത് കാണുന്നത് കിഡ്നി ഡിസീസുള്ള പേഷ്യൻസിനാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് പേഷ്യൻസിനും ഡയാലിസിസ് ചെയ്യുന്നവർക്കൊക്കെ സിറം ക്രിയാറ്റിനിൻ്റെ വാല്യൂ കൂടുതലുണ്ടാവും. പക്ഷേ അവർക്ക് ക്രിയാറ്റിനിൻ കൂടിയതിൻ്റെ കാരണം കിഡ്നി ഡാമേജ് ആണ്. ഇനി നമ്മളുടെ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്ക് സിറം ക്രിയാറ്റിനിൻ ലെവൽ കൂടിയത് ഇവർ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ടായിരുന്നു, അതല്ലാതെ കിഡ്നി ഡാമേജ് ഉണ്ടായത് കാരണമല്ല. സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾ 2, 3, 5 ഗ്രാം ക്രിയാറ്റിനിൻ അല്ല കഴിച്ചത്. ആദ്യത്തെ 5 ദിവസം 20 ഗ്രാം വെച്ചിട്ടും പിന്നീട് 30 ദിവസത്തേക്ക് 5 ഗ്രാം വെച്ചിട്ടുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ടോട്ടൽ 35 ദിവസമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഇവരെടുത്തത്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാമെന്ന് മാത്രമല്ല, ഇവർ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അത്രയും ദിവസങ്ങൾ പ്രോട്ടീൻ ഇൻടേക്കും കൂടുതലായിരുന്നു. അതായത് ഇവരുടെ ബോഡി വെയ്റ്റിന് ആവശ്യമുള്ള പ്രോട്ടീൻ തന്നെയായിരുന്നു ഇവർ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അവരുടെ കിഡ്നി ഫംഗ്ഷനിൽ മാറ്റങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. സ്റ്റഡീൻ്റെ അവസാനം കൺക്ലൂഷനിൽ പറയാനുള്ളത്, ഷോർട്ട് ടേം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും കിഡ്നി ഫംഗ്ഷനിൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്നി ആണെങ്കിൽ, അതൊരു കിഡ്നി ആണെങ്കിൽ പോലും അതിനെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ട് കിഡ്നി ഡാമേജ് ഉണ്ടാവുമോ, കിഡ്നി അടിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാത്ത കുറേ പേരുണ്ട്. നമ്മൾ ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും, അത് ക്രിയാറ്റിൻ ആണെങ്കിലും വേ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും ഇനി മൾട്ടി വിറ്റാമിൻ ആണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് മോണിറ്റർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മോണിറ്ററിംഗ് ഒന്നും ചെയ്യാതെ, ബ്ലഡ് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ, കിഡ്നി ഫംഗ്ഷൻ പ്രോപ്പർ ആണോ എന്ന് നോക്കാതെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സും ഹൈ പ്രോട്ടീൻ ഇൻടേക്കും എടുക്കുന്നത് അത് റെക്കമെൻഡഡ് അല്ല. 2 കിഡ്നിയും നോർമലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാനും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാനും പേടിയാണ്. കാരണം കിഡ്നി ഡാമേജ് ഉണ്ടാവുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇനി എൻ്റെ പേഷ്യൻ്റെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ പേഷ്യൻറ്റിനും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. 30 ഗ്രാം വേ പ്രോട്ടീൻ ആണ് ഇപ്പോൾ എടുക്കുന്നത്. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എന്നെ കൺസൾട്ട് ചെയ്ത പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് 70 കിലോ ആയിരുന്നു. ഏകദേശം 70 മുതൽ 80 ഗ്രാം പ്രോട്ടീനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് സപ്ലിമെൻറ്റ്സിലൂടെ കിട്ടുന്നതും ഭക്ഷണത്തിലൂടെ കിട്ടുന്നതും രണ്ടും കൂടി ചേർത്തിട്ടാണ്. പക്ഷേ വേ പ്രോട്ടീൻ എടുക്കുന്നതിൻ്റെ മുമ്പേ പോലും ഇവർ കൃത്യമായിട്ടും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ക്രിയാറ്റിനിൻ നോർമൽ ആണോ, ബ്ലഡ് യൂറിയ ലെവൽ നോർമൽ ആണോ, യൂറിൻ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓരോ മാസം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മളുടെ ബോഡി ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോൻ്റെ അർത്ഥം ഒരു കിഡ്നി ഉള്ളവർക്ക് പോലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാമെന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടും മോണിറ്ററിങ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാത്തതാണ് നല്ലത്. സപ്ലിമെൻറ്റ്സിന് ബെനിഫിറ്റ് വേണ്ടാന്ന് നോക്കണം. ഇനി നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, എന്താണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ എനർജി തരുന്നത്, എങ്ങനെയാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് മസിൽ ഗെയിൻ ഉണ്ടാകുന്നത്, ഇതിനെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാം. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതേപോലെ തന്നെയാണ് എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം. അത് വേ കോൺസെൻട്രേറ്റ്സ് ആവാം, വേ ഐസൊലേറ്റ്സ് ആവാം.
പല തരത്തിലുള്ള വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. പാലിലുള്ള 2 തരത്തിലുള്ള പ്രോട്ടീനിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള പ്രോട്ടീനാണ് വേ എന്ന് പറയുന്നത്. വേ പ്രോട്ടീൻ എടുക്കുന്ന സമയത്തും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചും ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി ജിമ്മിലൊക്കെ പോകുന്നവർക്ക് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിൻ്റെ കൂടെ വേണമെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാം. ഒരു ദിവസം 30 ഗ്രാം വേ പ്രോട്ടീൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഗ്രാം ക്രിയാറ്റിൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ എന്ത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ എങ്ങനെയാണ്, ലിവർ ഫംഗ്ഷൻ എങ്ങനെയാണ്, തുടങ്ങാൻ പറ്റുമോ ഇല്ലേ, നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആണോ ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ടെസ്റ്റുകൾ ചെയ്യുക. അതിനുവേണ്ടി ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടേഴ്സിനെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡോഫോഡി പോലത്തെ ആപ്പിലും ഡോക്ടേഴ്സുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വേ പ്രോട്ടീൻ എടുക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ക്രിയാറ്റിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.